ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു കിടിലം ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. AVG ക്ലീനർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയ ചെറിയ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രീമിയമാണ്. ഇതിൽ പ്രീമിയം നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. പക്ഷേ പ്രീമിയം എടുത്താൽ അതിൻ്റേതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റിംഗ് ക്ലീനിങ് ഡേറ്റാബേസ് എന്ന് ഒരു ലോഡിംഗ് ആവും. അപ്പോൾ യുവർ ഫോൺ ക്യാൻ ക്വിക്കലി ഫിൽ അപ്പ് ദ അൺനെസസറി ഡേറ്റ. അതായത് നിങ്ങളുടെ ഫോണിൽ വേണ്ടാത്ത എല്ലാ ഡേറ്റേഴ്സും ക്ലിയർ ക്യാച്ചും എല്ലാം ഇത് ലോഡാവുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് പ്രീമിയം മന്ത്ലി ഉണ്ട്, ഇയർലി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആഡ്സ് റിമൂവ്, ഇത് ചെറിയ പരസ്യങ്ങളുണ്ട്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ആ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ 2-3 കാര്യങ്ങൾ ആക്സസ് ചെയ്യണം. ഗീവ് ആസ് ആക്സസ്. ഓക്കെ, അപ്പം ആദ്യത്തെ തന്നെ ഗോ ടു സെറ്റിങ്സ് കൊടുക്കുക. ഇത് അലോ ആക്സസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് പെർമിഷൻ. അപ്പോൾ AVG ക്ലീനർ കാണാൻ സാധിക്കും, അത് അലോ കൊടുക്കുക. അതും കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം അലോ പെർമിഷൻ കൊടുക്കുക. നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. ജങ്ക് ഫയൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അത് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഫൈൻഡിങ് ജങ്ക് എന്ന് നിങ്ങൾക്ക് ലോഡാവുന്നുണ്ട്. 78%. ഇപ്പോൾ യുവർ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സി യുവർ റിസൾട്ട്. ഇതിൽ ഹിഡൻ ക്യാച്ചസും ബ്രൗസർ ഡേറ്റയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങളുടെ പ്രൈവസിയാണ്. അതിനുശേഷം ഇത് കാണുന്നത് ആഡ് ക്യാച്ചസ് ഉണ്ട്. അതിനുശേഷം തമ്പനെയിൽസ് ഉണ്ട്, പിന്നെ MD ഫോൾഡേഴ്സ് ഉണ്ട്. അതിനുശേഷം ട്രഷ് ഫയൽസ് ഉണ്ട്. ഇത്രയും വർക്കാവാത്ത ഫയൽസാണ്. ഇത് സ്കാൻ ചെയ്ത് വന്നതാണ്. ഇത്രയും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഫയൽസാണ്, ട്രഷ് ഫയൽസ് എന്ന് കാണിക്കും. അത് നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. അത് അത്രയും ഡിലീറ്റ് ആവുന്നതായിരിക്കും. അത്രയും ഡിലീറ്റ് ആകുമ്പോൾ തന്നെ ഇത്ര GB സ്പേസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും. നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടാത്തത് അതെല്ലാം ട്രഷ് ഫയലിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ക്ലീൻ ജങ്ക് ഫയൽ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ആഡ്സ്, ഈ പരസ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ എൻ്റെ ഡിവൈസ് 229 GB ഫ്രീ ഉണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള സ്റ്റോറേജ് സ്പേസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അടുത്ത ഇനി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. ഇവിടെ വേറെയും പ്രൈവസി മോഡ് നോട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ ചെക്കിംഗ് ഫോർ ജങ്ക് ഫയൽസ് കാണാൻ സാധിക്കും. അതുപോലെ കൊടുക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിലെ ഫയൽസ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇനി നോക്കുക, ഇപ്പോൾ എൻ്റെ സ്റ്റോറേജ് 217 GB ആയിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും GB എനിക്ക് അവൈലബിൾ ആയി. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ആപ്സ് എടുക്കുക. ആപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ആപ്ലിക്കേഷനിലെ ക്ലിയർ ക്യാച്ച് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഇത്രയും ആപ്ലിക്കേഷൻ 107 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ആപ്ലിക്കേഷനിലും അതിൻ്റേതായ വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് കിടപ്പുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുക്കുമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, എൻ്റെ 5.5 GB ക്ലിയർ ക്യാച്ച് കിടപ്പുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഷോ ആപ്പ് ഇൻഫോം എടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുക്കുമ്പോൾ ക്ലിയർ ക്യാച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിയർ ചെയ്യുക. 463 MB ആയിരുന്നു, അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ക്ലിയർ ഡേറ്റ കൊടുത്താലും നിങ്ങൾ അതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ഡേറ്റയും പോകും. പക്ഷേ അക്കൗണ്ട് ഡിലീറ്റ് ആവത്തില്ല. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം നിങ്ങൾ റീൽസോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ആയി പോകുന്നതായിരിക്കും. പക്ഷേ ഒന്നും അക്കൗണ്ടിൽ നിന്ന് പോകുന്നതല്ല. അപ്പം അതും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്കാണ്. അതും ഷോ ആപ്പ് ഇൻഫോ കൊടുക്കുക. അതിനുശേഷം സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ക്ലിയർ ക്യാച്ച് 320 MB ആണ്, അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഫയലാണ്. ഇത്രയും ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലെയും ഇതുപോലെ നിങ്ങൾ ക്ലിയർ ക്യാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സ്റ്റോറേജ് ലാഭമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഗുണം. അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രീമിയം എടുക്കണമെങ്കിൽ പ്രീമിയം എടുക്കാം. പ്രീമിയം എടുക്കാതെയാണ് ഞാനിപ്പോൾ ഇത്രയും കാണിച്ചു തന്നത്. നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻ ചില ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാത്ത കിടപ്പുണ്ട് ഹൈഡായിട്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ക്ലിയർ ചെയ്തു. ഇനി എൻ്റെ ഫോൺ സ്റ്റോറേജ് നോക്കുക. 210 GB ഫ്രീ ആയിട്ടുണ്ട്. 7 GB